17-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാൽ മതി. യഹോവയുടെ നിയമപ്പെട്ടകം ചുമന്ന പുരോഹിതന്മാർ യഹോവയുടെ നിയമപ്പെട്ടകം ചുമന്ന പുരോഹിതന്മാർ യോർദാന്റെ നടുവിൽ ഉണങ്ങിയ നിലത്ത് ഉറച്ചു നിന്നു. ഇസ്രായേൽ ജനമൊക്കെയും യോർദാൻ കടന്നു തീരുവോളം ഉണങ്ങിയ നിലത്ത് കൂടി തന്നെ നടന്നുപോയി. പ്രൈസ് ഗോഡ്. നോക്കിക്കേ, അവിടെ എഴുതിയിരിക്കുന്ന ഇസ്രായേൽ ജനം ഒക്കെയും, ഓൾ ദ ഇസ്രായേലൈറ്റ്സ്. ഹല്ലേലൂയ. കൊച്ചു കുഞ്ഞു പോലും ശേഷിച്ചില്ലെന്ന്. സകലരുമായി യോർദാൻ നടന്ന് കയറി അപ്പുറത്തെത്തുന്നത് വരെ. സ്തോത്രം. പെട്ടകം എന്ത് ചെയ്തു? യോർദാനെ ഉണക്കിയിട്ട് കൊടുത്തു. സ്തോത്രം. ദൈവമക്കളെ, പെട്ടകത്തിന്റെ സാന്നിധ്യമുണ്ടെങ്കിൽ എന്നാ സെക്യൂരിറ്റിയാ അല്ലേ? എന്നാ സെക്യൂരിറ്റിയാ. ഹല്ലേലൂയ. മേൽവെള്ളത്തിന്റെ ഒഴുക്ക് നിർത്തി ചിറ പോലെ നിൽക്കുക. സ്തോത്രം. ബാക്കി ഭാഗം അരാബിയയിലേക്ക് ഒഴുകിപ്പോയി. പക്ഷെ നല്ല ഉറപ്പാ. ഹല്ലേലൂയ. വെള്ളം കൊണ്ട് മതിൽ കെട്ടിയാലും അത് പൊട്ടിക്കാൻ പറ്റത്തില്ല. അതുപോലെ ദൈവ സാന്നിധ്യം എത്ര സുരക്ഷിതത്വത്തോടെയാണ് എന്നെ നിങ്ങളും ചില പ്രതിസന്ധികളിൽ, ചില ഭയപ്പെടുന്ന വിഷയങ്ങളിൽ, ഭാരപ്പെടുത്തുന്ന വിഷയങ്ങളിൽ, ഞെട്ടിപ്പിക്കുന്ന വിഷയങ്ങളിൽ കേടുകൂടാതെ അക്കരെ എത്തിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കേടുവരുത്തുമെന്ന് പറയുന്ന, ഭയപ്പെടുത്തിക്കൊണ്ട് നിൽക്കുന്ന, ഭീതിപ്പെടുത്തിക്കൊണ്ട് നിൽക്കുന്ന ചില വിഷയങ്ങൾക്കകത്ത് ദൈവ സാന്നിധ്യം ഇറങ്ങട്ടെ യേശുവിന്റെ നാമത്തിൽ. യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോ ഭയപ്പെടുത്തുന്ന വിഷയങ്ങൾക്കകത്ത് ഇറങ്ങുന്ന സാന്നിധ്യമാണ് ദൈവത്തിന്റെ സാന്നിധ്യം. നന്മയെ ഒഴുക്കിക്കളയുന്ന, സ്തോത്രം, അനുഭവങ്ങൾക്കകത്ത് ദൈവ സാന്നിധ്യം ഇറങ്ങും. ഒഴുകാൻ സമ്മതിക്കത്തില്ല, ഒഴുകിപ്പോകാൻ സമ്മതിക്കത്തില്ല. സ്തോത്രം. നന്മ മാത്രമല്ലേ യേശു ചെയ്തിട്ടുള്ളൂ, ദോഷമായിട്ടൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഹല്ലേലൂയ. വിശ്വസിക്കുക ദൈവം ഇതിലെ ഈ മരുഭൂ യാത്രയിൽ അവൻ നന്മ മാത്രമേ ചെയ്യുള്ളൂ.